ഫ്ലവേഴ്സ് TV ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. എങ്ങോട്ടാ? നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മോനെ, അച്ഛൻ അച്ഛൻ അങ്ങനൊരു ചിന്ത നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിലേ എന്റെ അച്ഛൻ ഈ അവസ്ഥ വരില്ലായിരുന്നു. ആകാശേ, മതി. നീ വെറുതെ അമ്മയെ കുറ്റപ്പെടുത്തണ്ട. അമ്മ നമ്മുടെ കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടി ചെയ്തതാ. അതിങ്ങനെ കായ്ത്തീരുന്ന ആരും ഉണ്ടു? കുടുംബത്തിന്റെ നല്ലത് പോലും പഞ്ചരത്നത്തിലെ സ്വത്ത് തട്ടിയെടുത്തിട്ട് വേണോ നമ്മളെ കുടുംബത്തിന് നല്ലതുണ്ടാവാൻ? നമ്മുടെ അമ്മയുടെ നെറുകെട്ട പ്രവൃത്തി കാരണം ഇന്ന് ഈ കല്യാണം മുടങ്ങിയത്. ഏട്ടൻ കല്യാണച്ചക്കന്റെ വേഷത്തിൽ ഇന്ന് ഈ ഐസുനുബിൽ ഇരിക്കേണ്ടി വന്നതും ഈ അമ്മ ഒറ്റയിരുത്തി കാരണം. അമൃതേശിയെ പോലൊരു പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടണമെങ്കിൽ അതിനും വേണൊരു യോഗം. അത് മാത്രം വിചാരിച്ചാൽ മതി അമ്മയും മോനും. മോനെ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി അതിനെക്കുറിച്ച് നമ്മൾ തമ്മിൽ വഴക്ക് കൂടിയിട്ട് എന്താ പ്രയോജനം? സംഭവിക്കാനുള്ളതല്ല, ഒക്കെ വരുത്തി വെച്ചതാ നിങ്ങൾ രണ്ടും കൂടിയിട്ട്. മോനെ, ഞാനൊന്ന് അകത്ത് കയറി അച്ഛനെ കാണട്ടെ. എനിക്കൊരു സമാധാനവും ഇല്ലടാ. എന്താ സമാധാനം ഇല്ലാത്ത? ചത്തോന്നറിയാത്തോണ്ടാ? എന്നാ കേട്ടോ, ചത്തിട്ടില്ല. ഒരു ഇച്ചിരി ജീവന്റെ അച്ഛന് ബാക്കിയുണ്ട്. ഇനി അകത്ത് കയറി അമ്മയുടെ ഈ തിരുമുഖം കൂടെ കണ്ടാലേ എന്റെ അച്ഛന്റെ ഉള്ള ജീവൻ കൂടെ അങ്ങ് പോവും. ഇനി അതാണ് ഉദ്ദേശമെങ്കിലേ ചെല്ല്, കയറി കാണ്. എല്ലാത്തിനും കാരണം ആ കലാവതിയാ. അവള് നമ്മളെ ചതിക്കായിരുന്നു മോനെ. അമ്മ എങ്ങനെ അവരെ മാത്രം കുറ്റം പറയണ്ട. അമ്മയുടെ ഭാഗത്തും തെറ്റുണ്ട്. കലാവതി വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോ അതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങിയതാ അമ്മ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. എടാ മോനെ, നമ്മുടെ കൂടെ നിന്ന് നമ്മളെക്കാളും വലിയ ആവേശത്തിലല്ലേ അവള് നമ്മളോട് ഓരോന്ന് വന്ന് പറഞ്ഞത്. അത് കേട്ട് ആർക്കാ വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നേ? മതി അമ്മേ, കൂടുതൽ ന്യായീകരിക്കണ്ട. കതിർ മണ്ഡപത്തിൽ വെച്ച് കല്യാണം മുടങ്ങിപ്പോയത് എന്റെയാ. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ നാണം കെടേണ്ടി വന്നത് ഞാനാ. അതിന്റെ ദണ്ണ എനിക്കുണ്ട്. ആദ്യമേ പറഞ്ഞതാ എനിക്കിത് വേണ്ട വേണ്ടാന്ന്. അപ്പോ ആ കലാവതിയുടെ വാക്കും കേട്ട അമ്മ തുള്ളിയപ്പോ കൂടെ കൂടിയതാ ഞാൻ ചെയ്ത തെറ്റ്. എന്റെ എല്ലാ പ്ലാനും തകർത്തു നിങ്ങൾ. നടക്കടി. ഇങ്ങനെ തളർന്നാൽ എങ്ങനെയാ മോളെ? നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്റെ അമൃതേച്ചി, അവളുടെ ഒരു ചേച്ചി, അവരിപ്പോ സുമേശ്വരന്റെ താലി കഴുത്തി വീണന്റെ സന്തോഷത്തിലായിരിക്കും. അല്ല, സംഭവിച്ച എന്താന്ന് അംബിക മാമയുടെ നാവിന്ന് നമ്മൾ കേട്ടതല്ലേ? അംബിക മാമി അങ്ങനെ വെറും വാക്ക് പറഞ്ഞൊന്നും അല്ലല്ലോ. എല്ലാ തെളിവുകളും നമുക്ക് കാണിച്ചു തന്നില്ലേ? എന്നാലും എന്തെന്നാലും
ചങ്ക് പറിച്ച് കാണിച്ചു തന്നാല് ചെമ്പരത്തി പോവാന്ന് പറയുന്ന നിന്റെ ഈ സ്വഭാവം ആദ്യം മാറ്റണത്. ഇത്രയൊക്കെ ആയിട്ടും നിനക്കത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞുതരാം. ഇത്രയും കാലം കൂടെ നിന്ന് ചതിക്കായിരുന്നു അമൃതേച്ചി. ഒരുപാട് തവണ തിരിച്ചും മറിച്ചും ചിന്തിച്ചിട്ടല്ലേ മോളെ നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ അമൃതേച്ചി എന്നൊരാളില്ല. ആ സത്യവുമായി നമ്മൾ പൊരുത്തപ്പെട്ടേ പറ്റൂ. വാ, നമുക്ക് പോവാം. നമ്മളിത് എങ്ങോട്ടായി പോകുന്നത്? അതെങ്കിലും ഒന്ന് പറ. നിന്റെ ഈ ഒടുക്കത്തെ സംശയം ഒന്ന് നിർത്തോ? അനഘേച്ചി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത്രമാത്രം നീ പറഞ്ഞാ മതി. നമ്മൾ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോവാൻ വിവേക് വരും. ഞാൻ എല്ലാ കാര്യങ്ങളും വിവേകിനോട് പറഞ്ഞിട്ടുണ്ട്. കല്യാണ സ്ഥലത്ത് നിന്നിറങ്ങി സുരക്ഷിതമായൊരു സ്ഥലത്തെത്തിയിട്ട് വിളിക്കാനാ വിവേകിനോട് പറഞ്ഞത്. ഇവിടെ തൊട്ടടുത്ത് വേളിയിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. നമുക്ക് അവിടെ പോയി വിവേകിനെ വെയിറ്റ് ചെയ്യാം. എന്നാ നമ്മൾ ഇവിടെ വരെ എത്തിയെന്ന് വിവേകേട്ടനെ വിളിച്ചൊന്ന് പറ. അയ്യോ, ഇത് സ്വിച്ച് ഓഫ് ആണല്ലോ. നേരത്തെ അമൃതേച്ചി വിളിച്ചപ്പോ ഓഫ് ചെയ്തതാ. ചേച്ചി ഒന്നുകൂടെ വിളിക്ക്. എന്റെ അനക്ക് നീ ഇത് എന്ത് പണിയെ കാണിച്ച് മനുഷ്യൻ എങ്ങനെയായിട്ട് ഭ്രാന്ത് എടുപ്പിക്കല്ലേ? അയ്യോ, എന്താ വിവേക്? ഞാൻ എത്ര നേരം നിന്നെ ട്രൈ ചെയ്യുന്നു. നീ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത്? അത് പിന്നെ വിവേക്, ഞങ്ങള് ഇപ്പൊ നിങ്ങൾ എവിടെയാണെന്ന് പറ. ആ ലൊക്കേഷൻ ഷെയർ. ഞങ്ങളിവിടെ വേളി പാർക്കിനടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് പോയി വെയിറ്റ് ചെയ്യാം. അവിടെ എത്തിയിട്ട് ലൊക്കേഷൻ മാപ്പ് അയച്ചു തരാം. വിവേക് അങ്ങോട്ട് വന്നാ മതി. ആ ശരി, ചെന്നിട്ട് ആ ലൊക്കേഷൻ ഇട്. ഞാൻ അപ്പൊ തന്നെ വരാം. ആ ഓക്കെ. എന്റെ മക്കള് എവിടെ പോയതായിരിക്കും? എന്റെ അമൃതേച്ചി, ജീവിതത്തിൽ ആദ്യമായിട്ട് ചേച്ചിക്കൊരു കത്തെഴുതുന്നു. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ചേച്ചിയെ വിട്ട് ഇവിടുന്ന് പടിയിറങ്ങുക ഞങ്ങള്. ഈ കത്തും അതിലെഴുതുന്ന വാക്കുകളും ഞങ്ങളുടെ മനസ്സാ. സങ്കടവാ, വിട പറയല. നേരിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ട് പോകുന്ന ഞങ്ങൾ മനസ്സിലാക്കണം. അറിഞ്ഞതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ വെച്ച് ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടാവാതിരിക്കാനാ ഞങ്ങൾ പഞ്ചരത്നം വിട്ടു പോകുന്ന. അനുവാദമില്ലാതെ ഒരു കാര്യം ചെയ്തു ഞങ്ങള്. അമ്മയും ദൈവമ്മയും കൂടെ കൂട്ടി ഇനിയുള്ള ഞങ്ങളുടെ യാത്രയിൽ അവര് കൂടി വേണം ഞങ്ങൾക്ക്. ചേച്ചി സന്തോഷമായിട്ട് ജീവിക്കണം. നമ്മുടെ പഞ്ചരത്നം നന്നായിട്ട് നോക്കണം. സുമേഷ് ഏട്ടനും കൂടി ഒരു ശല്യമായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നില്ല. ഞങ്ങളെ അന്വേഷിച്ചു വരാനോ തിരികെ വിളിക്കാനോ ചേച്ചി ശ്രമിക്കരുത്. ഞങ്ങൾ വന്നോളാം. എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് കാണാൻ. പോട്ടെ, പോവാ. ഈശ്വരന്റെ മക്കള്. ചേട്ടാ, നമുക്ക് വേഗം പോ.
ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ. അമ്മ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞാലൊന്നും എനിക്കൊരു സഹതാപം തോന്നില്ല. അച്ഛനെ കുറിച്ച് സകല കാര്യങ്ങളും അമ്മയ്ക്ക് അറിയായിരുന്നു. എന്നിട്ട് മനഃപൂർവ്വം ഞങ്ങളോട് മറച്ചു വെച്ചതുകൊണ്ടാ ഏട്ടന്റെ കല്യാണം മുടങ്ങിയത്. മക്കളെ വിഷമിപ്പിക്കേണ്ടെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. എന്നിട്ടിപ്പോ മക്കൾക്ക് സന്തോഷമായല്ലോ അല്ലേ? കല്യാണം മുടങ്ങിയത് പോട്ടെ, അല്ലെങ്കിൽ ഈ ബന്ധത്തിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നാണം കെട്ടില്ല അമ്മേ. അച്ഛൻ പരോളിൽ ഇറങ്ങി മുങ്ങിയ ഒരു കൊലപാതകയാണെന്ന് സകലരെയും വിളിച്ചു വരുത്തിയിട്ട് അറിയിച്ചു കൊടുത്തില്ലേ? മുഹൂർത്തത്തിന് മണ്ഡപത്തിലേക്ക് അയാൾ കയറി വരുമെന്ന് സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല. എനിക്കറിയില്ലായിരുന്നു അത്. അമ്മ ഈ പറയുന്ന കള്ളമാണ്. ഇന്നലെ രാത്രി അച്ഛൻ അമ്മയ്ക്ക് ഫോൺ ചെയ്തിരുന്നു അല്ലേ? പക്ഷേ ജയിലിൽ നിന്ന് ഇറങ്ങിയതൊന്നും എന്നോട് പറഞ്ഞില്ല. 15 വർഷം മുൻപ് സകല ബന്ധങ്ങൾ അർത്ഥം മുറിച്ചതല്ലേ? പിന്നെ ഇപ്പൊ അമ്മയുടെ ഫോൺ നമ്പർ എവിടെ നിന്ന് കിട്ടി? അപ്പോ ഇതാദ്യമായിട്ടാണ് വിളിക്കുന്നതെന്ന് അമ്മ പറഞ്ഞത് കള്ളമാണല്ലേ? എനിക്ക് പണ്ടേ ഉള്ള ഫോൺ നമ്പരല്ലേ ഇത്? കുറച്ചു വർഷങ്ങളായുള്ളൂ അമ്മയ്ക്ക് ഫോൺ കിട്ടിയിട്ട്. പണ്ട് അമ്മയ്ക്ക് ഫോണും ഉണ്ടായിരുന്നില്ല, നമ്പരും ഉണ്ടായിരുന്നില്ല. ഈ പറയുന്നതിലെല്ലാം അമ്മ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. അമ്മ ഈ ഫോൺ എടുത്തിട്ട് 8 or 10 വർഷമായിട്ടുണ്ടാവും. അച്ഛൻ ജയിലിൽ പോകുന്ന അതിനേക്കാളും നേരത്തെയാ. അപ്പൊ അതിനിടയിൽ അച്ഛനും അമ്മയായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. ഒന്നുകിൽ അമ്മ അച്ഛനെ ജയിലിൽ പോയി കണ്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇതിനു മുമ്പ് ഏതോ പരോള് കാലത്ത് അച്ഛൻ അമ്മയെ കാണാൻ വന്നിട്ടുണ്ട്. ഇതിലേതാ സംഭവിച്ചത്? രണ്ടുപേരും കൂടി എന്നെ ചോദ്യം ചോദിച്ചു കൊല്ലരുത്. എനിക്കെല്ലാം പറയാൻ കുറച്ച് സമയം വേണം. എത്ര സമയം വേണമെങ്കിലും എടുത്തോ, അല്ലെങ്കിൽ ഇനി പറയേ വേണ്ട. അമ്മ, എല്ലാം തുറന്നു പറയേണ്ട കാലം കഴിഞ്ഞു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാൻ നാണം കെടില്ലായിരുന്നു. അച്ഛൻ ദിവ്യപ്രഭയുടെ അച്ഛനെ കൊന്നത് എന്തിനാ? അതെങ്കിലും ഒന്ന് പറയൂ. അതൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്കോ നിങ്ങളെ മക്കൾക്കോ ഉപകാരം ഉണ്ടായില്ല എന്നുള്ളത് നേരാ. പക്ഷേ ഒരാളെ കൊല്ലാനുള്ള ക്രൂരതയൊന്നും നിങ്ങളുടെ അച്ഛനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതെത്ര നേരമായി? ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിരിക്കും മോളെ. എന്തിനു? ആർക്ക് വേണ്ടിട്ട്? മോളെ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മൂഡ് ഔട്ട് ആയിട്ടിരുന്നിട്ട് എന്താ കാര്യം? മോളെ, സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. നിന്റെ അച്ഛന്റെ കൊലയാളി വിവാഹ മണ്ഡപത്തിൽ വന്നതും അയാൾ അഭിമന്യുവിന്റെ അച്ഛനാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതും എല്ലാം മറിച്ചായിരുന്നു സംഭവിച്ചതെങ്കിൽ ഈ സത്യങ്ങളൊന്നും അറിയാതെ നീ അവന്റെ ഭാര്യയായി ആ കൊലയാളിയുടെ വീട്ടിൽ അവന്റെ മകനെ സ്നേഹിച്ച് കഴിയേണ്ടി വരില്ലായിരുന്നോ? ഈശ്വരൻ നമ്മുടെ കൂടെ മോളെ, ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. നടന്ന കാര്യങ്ങളുടെ പേരില് നീ വിഷമിക്കുകയല്ല, സന്തോഷിക്കുക വേണ്ടത്. അമ്മേ, കല്യാണം മുടങ്ങിയതിലൊന്നും
എനിക്കൊരു സങ്കടമില്ലമ്മേ. പക്ഷെ ബന്ധുക്കളുടെ നാട്ടുകാരുടെ മുന്നിൽ ഒരു വിഡ്ഢിവേഷം കിട്ടേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോ ഈ കല്യാണം മുടങ്ങിയതിന് കാരണക്കാരി നീയൊന്നും അല്ലല്ലോ. എല്ലാ സത്യങ്ങളും മണ്ഡപത്തിൽ വെച്ച് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അറിഞ്ഞതല്ലേ. അതുകൊണ്ട് തന്നെ നിന്റെ കാര്യത്തില് കതിർ മണ്ഡപത്തിൽ വെച്ച് കല്യാണം മുടങ്ങിയ പെണ്ണ് എന്നൊരു പേരുദോഷം ഉണ്ടാവില്ല. ദേ, നിലയും വിലയുള്ള ഒരു നല്ല ചെക്കനെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹം നടത്തുക. അത് മാത്രമാണ് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം. നിന്റെ നല്ലതിനു വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. എന്റെ മോൾ അമ്മ പറയുന്നത് കേൾക്കണം. സത്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് മറച്ചു വെച്ച് അഭിമന്യു അവന്റെ വീട്ടുകാരൻ നമ്മളെ ചതിക്കുകയല്ലായിരുന്നു അമ്മേ. എന്നോട് കാണിച്ച ഈ ചതിക്ക് അഭിമന്യു ഉത്തരം പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ അവരെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. അമൃതമോളെ, നീ എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കും. ഈ താലി നിന്റെ കഴുത്തിൽ കെട്ടുകയും ചെയ്യും. സാർ എന്തെങ്കിലും പറഞ്ഞോ? എന്നെ ശ്രദ്ധിക്കാതെ താൻ തന്നെ ജോലി നോക്കണോ? സോറി സാർ. എന്തുപറ്റി ചേട്ടാ? വണ്ടി ബ്രേക്ക് ഡൗൺ ആയോ? ബ്രേക്ക് ഡൗണും ലോക്ക്ഡൌണും ഒന്നും അല്ല. പിന്നെന്തുപറ്റി? എന്നോടൊന്നും തോന്നല് പെങ്ങളെ. ഇങ്ങനെ എങ്ങോട്ടൊന്നില്ലാതെ എത്രയെന്ന് വെച്ചായി കിടന്ന് ഓടുന്നേ. നമ്മളിങ്ങനെ ലക്ഷ്യമില്ലാതെ ഓടിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. അനിയത്തിമാരെ എത്തേണ്ട അടുത്ത് എത്തിക്കാണും. ഇപ്പൊ തന്നെ 10,900 രൂപയായി. എന്നാ പിന്നെ എന്നെ ഇവിടെ വിട്ടാ മതി. കൃത്യമായി പറഞ്ഞ 980 രൂപ. 1000 രൂപയ്ക്ക് 20 രൂപ കുറവ്. എന്റെ കയ്യില് ഇപ്പൊ തരാൻ കാശൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെ പെങ്ങളാ ശരിയാവുന്നേ? ലോൺ എടുത്ത ഓട്ടോയാ. സഹകരണ ബാങ്കിലെ അടവ് മുടങ്ങും. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഹോട്ടൽ പഞ്ചരത്നത്തിൽ വന്ന് ചേട്ടൻ പൈസ വാങ്ങിച്ചോ. അത് ഞങ്ങളുടെ ഹോട്ടലാ. ശരി, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. വലിയ ഉപകാരം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഇത്രയും അലഞ്ഞിട്ടും അനിയത്തിമാരെ കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് നമുക്കൊന്ന് പോലീസിൽ അറിയിച്ചൂടെ? വേണ്ട, പോലീസും പട്ടാളം ഒന്നും വേണ്ട. എന്റെ കുട്ടികളാ അവര്. അങ്ങനെ ദൂരെ എവിടേക്കും അവര് പോയില്ല, അതെനിക്ക് ഉറപ്പാ. അവരെ ഞാൻ കണ്ടെത്തും. അവരെന്റെ അടുത്ത് തന്നെ തിരിച്ചു വരും. പൂട്ടിയിട്ടിരിക്കുവാണല്ലോ. ഈ പിള്ളേരിത് എവിടെ പോയി? കത്തോ? കത്തൊക്കെ എഴുതി വെക്കാൻ വേണ്ടി ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായി?
എത്രയായി ചേട്ടാ? 150.